നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതീവ നിർണായകമായ ഒരു നിമിഷമുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകിടം മറിയുന്ന നിമിഷം, അതായത് ഒരു റോഡ് അപകടം. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും നേരിടുന്ന വലിയൊരു പ്രതിസന്ധി ആശുപത്രിയിൽ എത്തിയാലും ചികിത്സ കിട്ടാൻ വൈകുന്നു എന്നതാണ്. അഡ്വാൻസ് പണം കെട്ടിവെക്കണം, ആദ്യം പോലീസ് കേസെടുക്കണം, ഇൻഷുറൻസ് രേഖകൾ എവിടെ? ഇത്തരം 100,000 ചോദ്യങ്ങൾക്കിടയിൽ ജീവൻ രക്ഷിക്കേണ്ട ആ നിർണായകമായ നിമിഷം നമ്മൾ നഷ്ടപ്പെടുത്താറുണ്ട്. എന്നാൽ ഇനി അങ്ങനെയല്ല. സാധാരണക്കാരന്റെ ജീവന് പുല്ലുവില കൽപ്പിച്ചിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ്. അപകടത്തിൽപ്പെടുന്ന ഓരോ പൗരന്റെയും ജീവൻ കേന്ദ്ര സർക്കാർ നേരിട്ട് ഏറ്റെടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിൽ രാജ്യമെമ്പാടും നടപ്പിലാക്കുന്ന വിപ്ലവകരമായ പദ്ധതി PM റാഹത്ത് ഇതാ നമ്മുടെ കേരളത്തിലും യാഥാർത്ഥ്യമാകുന്നു. പണ്ട് പല സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞ് LDF സർക്കാർ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയില്ല. ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ കരുത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ഇതിന്റെ ആദ്യ ചുവടുവെപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. കേവലം ഒരു വാഗ്ദാനമല്ല ഇത്, മറിച്ച് മോട്ടോർ വാഹന നിയമത്തിന്റെ പിൻബലത്തിൽ അപകടത്തിൽപ്പെടുന്ന ഓരോ ആൾക്കും 1 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ഉറപ്പാക്കുന്ന ഒരു നിയമപരമായ സുരക്ഷാ കവചമാണ്. എന്താണ് ഈ പദ്ധതി? എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? നിങ്ങളും നിങ്ങളുടെ കുടുംബവും അറിഞ്ഞിരിക്കേണ്ട, നാളെ ഒരു പക്ഷേ ഒരു ജീവൻ തന്നെ രക്ഷിച്ചേക്കാവുന്ന ഈ പദ്ധതിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എന്തുകൊണ്ട് ഇത് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിൽ ഒന്നായി മാറുന്നുവെന്നും സാധാരണക്കാരനായ നിങ്ങൾക്ക് എങ്ങനെ ഈ ആനുകൂല്യം ലഭിക്കുന്നുവെന്നും നമുക്ക് പരിശോധിക്കാം. അപ്പോൾ എന്താണ് ഈ PM റാഹത്ത് പദ്ധതി? ലളിതമായി പറഞ്ഞാൽ, റോഡ് അപകടത്തിൽപ്പെടുന്ന ഏതൊരാൾക്കും അടിയന്തരമായി ലഭിക്കേണ്ട ചികിത്സ ഒരു സാമ്പത്തിക പ്രതിസന്ധിയും കൂടാതെ സർക്കാർ തന്നെ ഉറപ്പാക്കുന്ന സംവിധാനമാണിത്. അപകടം നടന്നാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ആദ്യത്തെ കടമ. അവിടെ ചെന്നാൽ പണമില്ലെന്ന കാരണത്താൽ ചികിത്സ വൈകിപ്പിക്കാൻ ഒരു ആശുപത്രിയിലുള്ള ആളുകൾക്കും ഇനി കഴിയില്ല. കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി പ്രകാരം അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് 1.5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയാണ് ലഭിക്കുക. അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിച്ചാൽ 7 ദിവസം വരെ ഈ തുക ഉപയോഗിച്ച് സൗജന്യമായി ചികിത്സ തേടാം. ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ലഭിക്കാൻ ഒരു ഉപാധിയും ഇല്ല എന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ആകട്ടെ, ഏത് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് അപകടം നടന്നത് എന്നതും ഇവിടെ വിഷയമല്ല. അപകടം നടന്ന ഉടൻ തന്നെ ചികിത്സ ലഭിക്കുന്നു എന്നതിനാണ് ഈ പദ്ധതി മുൻഗണന നൽകുന്നത്. പോലീസും ആശുപത്രി അധികൃതരും അപകടം സ്ഥിരീകരിച്ചാൽ മതി, തുക നേരിട്ട് ചികിത്സാ ചെലവുകൾക്കായി ഉപയോഗിക്കാം. പലർക്കും സംശയമുണ്ടാകാം, FIR രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്ന്. അതെ, തീർച്ചയായും ചെയ്യണം. പക്ഷേ അതുകൊണ്ട് ചികിത്സ മുടങ്ങുമെന്ന് ആരും ഭയക്കേണ്ടതില്ല. ചെറിയ പരിക്കാണെങ്കിൽ പോലും നിയമപരമായ നടപടികൾ പൂർത്തിയാക്കാൻ സർക്കാർ 48 മണിക്കൂർ വരെ സാവകാശം അനുവദിക്കുന്നുണ്ട്. അപകട വിവരങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ കേന്ദ്രത്തിന്റെ പ്രത്യേക പോർട്ടലിൽ അപ്ലോഡ് ചെയ്താൽ മതി. ഈ പദ്ധതിയുടെ പൂർണ്ണമായ ചെലവ് ഗതാഗത വകുപ്പാണ് വഹിക്കുന്നത്. അതുകൊണ്ട് ആശുപത്രികളിൽ ഇതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ഓർത്തു നോക്കൂ, പണ്ട് ഫണ്ട് അപര്യാപ്തമാണെന്ന് മറ്റും പറഞ്ഞ് ഇത്തരം ജനക്ഷേമ പദ്ധതികളെ കേരളത്തിൽ പലപ്പോഴും തഴഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് കേന്ദ്ര സർക്കാർ കൃത്യമായ ഫണ്ടും സംവിധാനങ്ങളും ഒരുക്കി ഇത് നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ യാത്രക്കാർക്ക് ലഭിക്കുന്നത് വലിയൊരു സുരക്ഷയാണ്. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല, വരും ദിവസങ്ങളിൽ സ്വകാര്യ ആശുപത്രികളെ കൂടി ഇതിന്റെ ഭാഗമാക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് കേരളത്തിലെ റോഡ് സുരക്ഷാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റമായിരിക്കും. ഇനി നമുക്കൊന്ന് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് PM റാഹത്ത് എന്ന ഈ പേര് ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത്? റാഹത്ത് എന്നാൽ ആശ്വാസം എന്നാണ് അർത്ഥം. വാക്കുകളിൽ മാത്രമല്ല, പ്രവൃത്തിയിലും ആ ആശ്വാസം സാധാരണക്കാരന് അനുഭവപ്പെടണം എന്നതാണ് ഈ പദ്ധതിയുടെ കാതൽ. വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ ഉയർന്നു കേൾക്കുന്ന ഒരു പരാതിയാണ്, പണം ഇല്ലാത്തതുകൊണ്ട് മാത്രം പലരും ആശുപത്രി വരാന്തകളിൽ വെച്ച് മരണത്തിന് കീഴടങ്ങുന്നു എന്നത്. ഈ അവസ്ഥയ്ക്ക് അന്ത്യം കുറിക്കാൻ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായൊരു മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പലപ്പോഴും അപകടം നടന്നാൽ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചാലും അവിടെ സൗകര്യങ്ങളുണ്ടോ എന്നതോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുമോ എന്നതോ വലിയൊരു ചോദ്യചിഹ്നമായി മാറി നിൽക്കാറുണ്ട്. എന്നാൽ കേന്ദ്രത്തിന്റെ ഈ പുതിയ പദ്ധതി പ്രകാരം ആശുപത്രികൾക്ക് അവരുടെ പണം കൃത്യസമയത്ത് തന്നെ ലഭിക്കുമെന്ന് സർക്കാർ ഉറപ്പുവരുത്തുന്നു. ഒരു ആശുപത്രിയും പണത്തിന്റെ പേരിൽ രോഗിയെ മടക്കി അയക്കുന്ന സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല.
കേന്ദ്ര ഗതാഗത മന്ത്രാലയവും നാഷണൽ ഹെൽത്ത് അതോറിറ്റിയും ചേർന്ന് നടപ്പിലാക്കുന്ന ഈ സംവിധാനം വഴി അപകടം നടന്നാൽ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന നിമിഷം തന്നെ സിസ്റ്റം അലേർട്ടാകും. അത്രയും വേഗത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഇത് വെറുമൊരു സർക്കാർ പദ്ധതി മാത്രമല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്വം കൂടിയാണ്. ആരെങ്കിലും റോഡിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ടാൽ പണം എവിടെ നിന്ന് കണ്ടെത്തും എന്ന പേടിയിൽ നമ്മൾ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി ആ പേടി വേണ്ട. നിങ്ങൾ ധൈര്യമായി ആ വ്യക്തിയെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുക. നിയമത്തിന്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുണ്ടാവും. ആ വ്യക്തിയുടെ ചികിത്സയ്ക്കുള്ള മുഴുവൻ ചിലവും PM റാഹത്ത് പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ വഹിച്ചോളും. നിങ്ങളൊരു വിദ്യാർത്ഥിയോ ഉദ്യോഗസ്ഥനോ വീട്ടമ്മയോ ആരുമാകട്ടെ, ഈ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നത് നിങ്ങളുടെ അവകാശമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരമൊരു പദ്ധതിയുടെ അനിവാര്യത വളരെ വലുതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടങ്ങിയ ഈ മാതൃക കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലേക്കും താമസിക്കാതെ തന്നെ സ്വകാര്യ മേഖലയിലേക്കും വ്യാപിക്കും. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഓരോ റോഡും സുരക്ഷിതമാകും. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ജനക്ഷേമ പ്രവർത്തനം കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കമിടുകയാണ്. ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയാനും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അതെങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് മനസ്സിലാക്കാനും നിങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റുകൾ പരിശോധിക്കുക. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അയൽക്കാർക്കും പകർന്നു നൽകുക. ഒരു ചെറിയ അറിവ് ഒരു വലിയ മാറ്റത്തിന് കാരണമാകട്ടെ. ഇനി നിങ്ങൾ ചോദിച്ചേക്കാം, ഇതെല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രമാണോ എന്ന്. ഒരിക്കലുമല്ല. ഇതിന്റെ ഗുണഫലം ഒരാൾക്ക് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയം. അതെ, പദ്ധതി ഔദ്യോഗികമായി നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ തന്നെ അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് കൃത്യസമയത്ത് ഈ സഹായം ലഭിച്ചു കഴിഞ്ഞു. പണം എവിടുന്ന് കണ്ടെത്തും എന്ന് പേടിക്കാതെ ആശുപത്രിയിൽ നിന്ന് ലഭിക്കേണ്ട ചികിത്സ ആ വ്യക്തിക്ക് തടസ്സമില്ലാതെ തന്നെ ലഭിച്ചു. ചിന്തിച്ചു നോക്കൂ, പ്രഖ്യാപനങ്ങൾക്കപ്പുറം പ്രായോഗികമായ ഈ സഹായം ഓരോ പൗരനും നൽകുന്ന ധൈര്യം ചെറുതല്ല. എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ ഇനി ആരും അനാഥരല്ല എന്ന ആത്മവിശ്വാസം മോദി സർക്കാരിന്റെ ഈ PM റാഹത്ത് പദ്ധതി നൽകുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്ന ഈ ആദ്യത്തെ അനുഭവ സാക്ഷ്യം തന്നെ പദ്ധതിയുടെ വിജയത്തിലേക്കുള്ള വലിയൊരു ചൂണ്ടുപലകയാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, PM റാഹത്ത് പോലുള്ള പദ്ധതികൾ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വലിയൊരു കരുതലിന്റെ ഭാഗമാണ്. എന്നാൽ ഒരു കാര്യം നാം മറന്നു പോകരുത്, അപകടങ്ങൾ ഒഴിവാക്കുന്നതിനേക്കാൾ വലുതല്ല ചികിത്സയും സഹായങ്ങളും. നമ്മുടെ കേരളത്തിലെ റോഡുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. ദിവസവും എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കാണുന്നതല്ലേ. അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നതും കാരണം നമ്മുടെ നിരത്തുകളിൽ പൊലിയുന്നത് എത്രയോ വിലപ്പെട്ട ജീവനുകളാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും തകരാൻ. വാർത്തകളിൽ ഇത്തരം വാഹനാപകടങ്ങൾ കാണുമ്പോൾ അത് മറ്റാർക്കോ സംഭവിക്കുന്നതാണെന്ന് കരുതി നമ്മൾ തള്ളിക്കളയരുത്. നാളെ അത് നമ്മളിൽ ആർക്കും സംഭവിക്കാം. അതുകൊണ്ട് പ്രേക്ഷകരെ, കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി നമുക്കൊരു വലിയ കൈത്താങ്ങാണ് എന്നത് സത്യം തന്നെയാണ്. എന്നാൽ അപകടങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തത്തോടെ വാഹനങ്ങൾ ഓടിക്കണം. ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കുക, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, അമിത വേഗത ഒഴിവാക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ചെറിയൊരു ശ്രദ്ധ മതി ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ. മോദി സർക്കാർ ഒരുക്കുന്ന ഈ സുരക്ഷാ വലയം നമുക്ക് വലിയൊരു ആശ്വാസമാണ്. ഇത് ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എന്നാൽ അതിലും വലിയൊരു ഉത്തരവാദിത്തം അപകടങ്ങൾ കുറച്ച് സുരക്ഷിതമായ ഒരു യാത്ര ഉറപ്പാക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇത്തരം ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും പറഞ്ഞു കൊടുക്കുക. അപ്പം ഈ ഒരു വിഷയം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.